നമസ്കാരം. പുസ്തകങ്ങളൊന്നും വേണ്ട, എഴുത്തോല മതി, അതാ നല്ലത്. പണ്ടൊക്കെ എഴുത്തോലയിലായിരുന്നു കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് മനസ്സിലാത്തത് പുസ്തകങ്ങളോട് എന്താണ് നിങ്ങൾക്ക് ഇത്ര ദേഷ്യം എന്നാണ്. അവർക്ക് പത്തിലെ പുസ്തകം കൊടുത്തിട്ട് കാര്യമുണ്ടോ? കാലം കുറച്ചൊന്ന് പിന്നോട്ട് പോയാലോ? ഒരുപാടൊന്നും വേണ്ട, ഏകദേശം ഒരു 10 വർഷം. ഞങ്ങൾക്ക് പുസ്തകങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ആകെ മലയാളം സെക്കൻഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് കാരണം പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വഴിമാറി കയറിയവനും വരുന്നവനും പോകുന്നവനും ഒക്കെ A+. പഠിപ്പിക്കാൻ പാഠപുസ്തകമൊന്നും വേണ്ട. അല്ല, ഓണമായില്ലേ, പാഠപുസ്തകം. കാരണം ഈ പാഠപുസ്തക വിതരണം ഞാൻ അന്ന് പറഞ്ഞത് സോറി, ഓണം നേരത്തെ ആയിരുന്നല്ലോ. അല്ലെങ്കിൽ ഓണം പണ്ടേ അങ്ങനെയാ, വിളിക്കാത്തടത്തൊക്കെ കയറി വരും. രമേശ് ജി, ഒരു കാര്യം ചെയ്താലോ? കുറച്ച് എഴുത്തോലെ അങ്ങ് ഫോട്ടോസ് എടുത്ത് കൊടുത്താലോ? പണ്ടൊക്കെ എഴുത്തോലയിലായിരുന്നു കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത്. പിള്ളേരൊക്കെ പഠിച്ചങ്ങ് പാസ്സാകട്ടെ. ഞാൻ പോണേണ്, വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? രമേശ് ചേട്ടാ, ഒരു പ്രശ്നമുണ്ടല്ലോ. പുസ്തകങ്ങളൊക്കെ കൊടുത്തു എന്നാണല്ലോ കേട്ടത്. അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ്, അതായത് 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ കുട്ടികൾക്ക് ആവശ്യമായ പാഠപുസ്തകങ്ങളും യൂണിഫോമും വിതരണം ചെയ്യുക എന്ന ലക്ഷ്യം നാം ഇന്ന് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. പരീക്ഷ പേപ്പർ നോക്കട്ടെ. അവര് 10ലെ കുട്ടി ജയിച്ചല്ലേ 11 പോകാൻ പറ്റുമോ? അവർക്ക് 10ലെ പുസ്തകം കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഒന്നും നോക്കണ്ട, അങ്ങ് വാരി കത്തിക്കാം. അല്ലെങ്കിലും വിവരമുള്ള ആൾക്കാർ വളർന്നു വന്നാൽ അത് പ്രശ്നമാണ്.